റഷ്യൻ സൈന്യം ഉക്രൈന്റെ തന്ത്രപ്രധാനമായ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ കടുത്ത വ്യോമാക്രമണങ്ങളും മിസൈൽ വർഷവും അഴിച്ചുവിട്ടിരിക്കുകയാണ്. തലസ്ഥാനമായ കീവ് മുതൽ തെക്കൻ മേഖലയായ ഖേഴ്സൺ വരെ നീളുന്ന വിശാലമായ പ്രദേശങ്ങളിൽ റഷ്യൻ പോർ വിമാനങ്ങളും മിസൈലുകളും വൻ നാശനഷ്ടങ്ങളാണ് വിതച്ചിരിക്കുന്നത്. ഉക്രൈൻ സൈന്യത്തിന്റെ ആയുധ വിതരണ ശൃംഖല തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മോസ്കോ ഈ വിനാശകരമായ നീക്കം നടത്തിയത്. തലസ്ഥാനമായ കീവിന് സമീപമുള്ള തന്ത്രപ്രധാനമായ ബ്രോവറി മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഉക്രൈൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ഹബ് റഷ്യൻ സൈന്യം ബോംബിട്ട് തകർത്തതായി മോസ്കോ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഉക്രൈൻ മുന്നണി പോരാളികൾക്ക് ആവശ്യമായ ആയുധങ്ങളും മറ്റത്യാവശ്യ സാമഗ്രികളും എത്തിച്ചു നൽകുന്ന പ്രധാന കേന്ദ്രമായിരുന്നു ഇത്. ആക്രമണത്തിന്റെ കൃത്യത തെളിയിക്കുന്ന ദൃശ്യങ്ങൾ റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടിട്ടുണ്ട്. ബ്രോവറിയിലെ ഈ തന്ത്രപ്രധാന കേന്ദ്രം തകർന്നതോടെ കീവിലും പരിസര പ്രദേശങ്ങളിലും സൈനിക സാമഗ്രികൾ എത്തിക്കുന്നതിൽ ഉക്രൈൻ കടുത്ത പ്രതിസന്ധി നേരിടുമെന്നാണ് കരുതപ്പെടുന്നത്. ഡ്രോണുകളും കൃത്യതയാർന്ന മിസൈലുകളും ഉപയോഗിച്ചാണ് റഷ്യൻ വ്യോമസേന ഈ കേന്ദ്രത്തെ ലക്ഷ്യമിട്ടത്. ആക്രമണത്തിൽ വൻ സ്ഫോടന പരമ്പരകൾ ഉണ്ടായതായും ഇവിടുത്തെ വൻ ആയുധശേഖരം പൂർണ്ണമായും നശിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം തെക്കൻ മുന്നണിയായ ഖേഴ്സണിലും റഷ്യ അതീവ ശക്തമായ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. ഉക്രൈൻ സൈന്യത്തിന്റെ ഏറ്റവും പ്രശസ്തവും മാരകവുമായ മഡ്യാർഡ് ബേർഡ്സ് എന്ന ഡ്രോൺ യൂണിറ്റിന്റെ ഭൂഗർഭ താവളത്തിന് നേരെ റഷ്യൻ പോർ വിമാനങ്ങൾ കടന്നാക്രമണം നടത്തി. റഷ്യൻ ലാൻഡ് ഫോഴ്സുകൾക്ക് വൻ ഭീഷണി ഉയർത്തിയിരുന്ന ഉക്രൈന്റെ ഈ ഡ്രോൺ ബറ്റാലിയൻ ശക്തമായ പ്രതിരോധമാണ് ഇതുവരെ തീർത്തത്. ഖേഴ്സണിലെ ഭൂഗർഭ താവളം തകർക്കാൻ റഷ്യൻ വ്യോമസേന ഉപയോഗിച്ചത് മാരകശേഷിയുള്ള FAB-500 ഗ്ലൈഡ് ബോംബുകളാണ്. അത്യുഗ്രശേഷിയുള്ള ഈ ബോംബുകൾ ഭൂഗർഭ ബങ്കറുകളും കവചിത കേന്ദ്രങ്ങളും തകർക്കാൻ ശേഷിയുള്ളവയാണ്. ബോംബാക്രമണത്തിൽ മഡ്യാർഡ് ബേർഡ്സ് യൂണിറ്റിന്റെ വലിയൊരു വിഭാഗം ഡ്രോണുകളും വിക്ഷേപണ ഉപകരണങ്ങളും തകർന്നതായും നിരവധി വിദഗ്ധരായ ഡ്രോൺ ഓപ്പറേറ്റർമാർ കൊല്ലപ്പെട്ടതായും വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. ഉക്രൈൻ സൈന്യത്തിന്റെ ഡ്രോൺ ശേഷിയെ പൂർണ്ണമായും നിർവീര്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റഷ്യ ഇത്തരം കൃത്യമായ ആക്രമണങ്ങൾ നടത്തുന്നത്. ആധുനിക യുദ്ധമുറകളിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് റഷ്യൻ കവചിത വാഹനങ്ങൾക്കും സൈനികർക്കും വൻ നാശം വിതയ്ക്കാൻ ഉക്രൈന് കഴിഞ്ഞിരുന്നു. അതിൽ പ്രധാന പങ്ക് വഹിച്ച മഡ്വാർഡ് ബേർഡ്സ് താവളം ആക്രമിക്കപ്പെട്ടത് ഉക്രൈനിയൻ വ്യോമ പ്രതിരോധത്തിന് കിട്ടിയ വലിയൊരു തിരിച്ചടിയാണ്. കീവിലും ഖേഴ്സണിലും ഒരേ സമയം നടന്ന ഈ ശക്തമായ ആക്രമണങ്ങൾ ഉക്രൈന്റെ സമഗ്രമായ സൈനിക നീക്കങ്ങളെ തളർത്താൻ പോകുന്നതാണ്. ആയുധ വിതരണ ശൃംഖല തകരുന്നതോടെ കിഴക്കൻ തെക്കൻ മുന്നണികളിൽ പോരാടുന്ന ഉക്രൈൻ സൈനികർക്ക് ആവശ്യത്തിന് വെടിയുണ്ടകളും ഡ്രോണുകളും ലഭിക്കാത്ത അവസ്ഥയുണ്ടാകും. റഷ്യയുടെ ഈ തന്ത്രപരമായ നീക്കം യുദ്ധകളത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചേക്കാം. റഷ്യൻ വ്യോമസേനയുടെ ഇത്തരം ശക്തമായ മുന്നേറ്റങ്ങൾ തടയാൻ ഉക്രൈന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നതും ശ്രദ്ധേയമാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ നൽകിയ അത്യാധുനിക എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ നിലവിലുണ്ടായിട്ടും റഷ്യൻ ഗ്ലൈഡ് ബോംബുകളെയും മിസൈലുകളെയും പ്രതിരോധിക്കാൻ കഴിയാത്തത് കീവിനെ കൂടുതൽ ആശങ്കയിലാക്കുന്നുണ്ട്. ആക്രമണങ്ങളുടെ വ്യാപ്തി വർദ്ധിച്ചതോടെ കീവിലും സമീപ പ്രദേശങ്ങളിലും ജനങ്ങൾ വീണ്ടും ഭീതിയിലായിരിക്കുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ഇന്റൻസീവ് ആക്രമണങ്ങൾ നഗരങ്ങളിലെ വൈദ്യുതി വാർത്താവിനിമയ ബന്ധങ്ങളെയും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ റഷ്യ കൂടുതൽ തീവ്രമായ ആക്രമണങ്ങൾക്ക് മുതിരുമെന്നാണ് ഭയം. ഉക്രൈൻ സൈന്യത്തിന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകളെ ലക്ഷ്യമിട്ടാണ് റഷ്യയുടെ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കപ്പെടുന്നത്. വെറുമൊരു മുന്നണി പോരാട്ടത്തിനപ്പുറം എതിരാളിയുടെ നട്ടെല്ലൊടിക്കുന്ന തരത്തിലുള്ള തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ തകർക്കുന്ന രീതിയിലേക്ക് റഷ്യൻ സൈന്യം തങ്ങളുടെ ആക്രമണ രീതി മാറ്റിയിരിക്കുന്നു. ബ്രോവറിയിലെയും ഖേഴ്സണിലെയും താവളങ്ങൾ തകർത്തത് ഇതിന് തെളിവാണ്. റഷ്യ പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും വൻ ചർച്ചയായിട്ടുണ്ട്. ആക്രമണങ്ങളുടെ കൃത്യതയും പ്രഹരശേഷിയും വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ ഉക്രൈൻ വാദങ്ങളെ പ്രതിരോധത്തിലാക്കുന്നു. തങ്ങളുടെ നാശനഷ്ടങ്ങൾ പുറത്തുവിടാൻ ഉക്രൈൻ തയ്യാറായിട്ടില്ലെങ്കിലും മുൻനിരയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ റഷ്യൻ അവകാശവാദങ്ങൾക്ക് ബലമേകുന്നതാണ്. US ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികൾ നൽകുന്ന സഹായങ്ങൾ അതിർത്തി കടന്ന് മുൻനിരയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ തകർക്കുക എന്ന തന്ത്രമാണ് റഷ്യ ഇപ്പോൾ പയറ്റുന്നത്. സപ്ലൈ ഹബ്ബുകൾ തകരുന്നതോടെ ലൂതർ, ഡൊണൈറ്റ്സ്, സപ്പോറേഷ്യ തുടങ്ങിയ മേഖലകളിൽ യുദ്ധം ചെയ്യുന്ന ഉക്രൈൻ പടയാളികൾ
വൻ ആയുധക്ഷാമത്തിലേക്ക് കൂപ്പുകുത്താനും സാധ്യതയുണ്ട്. ഈ വലിയ തിരിച്ചടിയെ കുറിച്ച് ഉക്രൈൻ സൈനിക നേതൃത്വം ഇതുവരെ ഔദ്യോഗികമായി വിശദമായ പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല. എന്നാൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും കൂടുതൽ അത്യാധുനിക ആയുധങ്ങളും അടിയന്തരമായി എത്തിച്ചു നൽകണമെന്ന് കീവ് വീണ്ടും പാശ്ചാത്യ സഖ്യകക്ഷികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റഷ്യയുടെ ഗ്ലൈഡ് ബോംബ് ആക്രമണങ്ങളെ തടയാൻ തക്ക ശേഷിയുള്ള വിമാനങ്ങൾ ആവശ്യമാണെന്നാണ് ഉക്രൈന്റെ വാദം. മേഖലയിൽ യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്നതിന്റെ സൂചനകളാണ് ഈ പുതിയ സംഭവങ്ങൾ നൽകുന്നത്. റഷ്യൻ സൈന്യം തങ്ങളുടെ വ്യോമ മേധാവിത്വം കൂടുതൽ ശക്തമായി ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ഉക്രൈൻ കടുത്ത പ്രതിരോധത്തിലേക്ക് വഴുതി വീഴുകയാണ്. സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകൾ മങ്ങുകയും യുദ്ധം കൂടുതൽ ഭയാനകമായ ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നു. കീവിലെ സപ്ലൈ കേന്ദ്രത്തിന് നേരെയും ഗേർസണിലെ മഡ്യാഡ് ബേസ് താവളത്തിന് നേരെയും റഷ്യ നടത്തിയ മിന്നലാക്രമണങ്ങൾ ഉക്രൈൻ സൈന്യത്തിന് വൻ പ്രഹരമായി മാറിയിട്ടുണ്ട്. റഷ്യയുടെ ഈ തന്ത്രപരമായ മുന്നേറ്റവും ഉക്രൈന്റെ ആയുധ ശൃംഖലയിലുണ്ടായ തകർച്ചയും വരും ദിവസങ്ങളിൽ യുദ്ധകളത്തിലെ ശക്തി സമവാക്യങ്ങളെ പൂർണ്ണമായും മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്.